എൻ്റെ പള്ളിയിൽ നിന്നൊരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ സോഷ്യൽ റിഫോമർ പണ്ഡിറ്റ് കറുപ്പൻ്റെ വീട് കാണാം. അതൊന്നൊരു സ്മാരകമാണ്. പണ്ഡിറ്റ് കറുപ്പൻ ഒരു ധീവര കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണ്. അവരുടെ കുലത്തൊഴിലെന്ന് പറയുന്ന മത്സ്യബന്ധനമാണ്. പക്ഷെ കറുപ്പൻ്റെ അപ്പൻ മകനെ പുഴയിലേക്ക് മീൻ പിടിക്കാൻ വിടുന്നതിന് പകരം സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു, പഠിപ്പിച്ചു. അത് മാറ്റങ്ങളുണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സമരം എന്ന് പറയുന്നത് അന്ന് പുലിയർക്ക് എറണാകുളത്ത് പ്രവേശിക്കാൻ പാടില്ല. അപ്പോൾ തൻ്റെ എഴുത്തിലൂടെ നാടകങ്ങളിലൂടെ ഈ മനുഷ്യൻ പ്രതിഷേധിച്ചു, സമരം എടുത്തു. അങ്ങനെ അവർക്ക് പ്രവേശന അനുമതി കിട്ടുകയാണ്. അതിൻ്റെ പേരിലാണ് കേരള ലിങ്കൻ എന്ന് പണ്ഡിറ്റ് കറുപ്പൻ അറിയപ്പെടുന്നത്. അന്നുണ്ടായിരുന്ന നാട്ടുകാർ ഈ മനുഷ്യനൊരു ലേബിൾ ചാർത്തി കൊടുത്തു, മീൻപിടുത്തക്കാരൻ. പക്ഷെ കറുപ്പനത് കീറിക്കളഞ്ഞു. അതുകൊണ്ട് സ്വന്തം കമ്മ്യൂണിറ്റിക്കൊരു ലേബിൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് പറ്റി. ഒരു സോഷ്യൽ റിഫോമറായി. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ 30 വയസ്സ് വരെ ആ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം നാട്ടുകാർ ഈശോനെ അങ്ങനെ കണ്ടിരുന്നേ, നമ്മുടെ ടേബിളും ചെയറൊക്കെ ഫിക്സ് ചെയ്യുന്ന ഒരു കാർപ്പൻ്റർ പയ്യൻ, അത്ര അവർ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവിടെ സിനഗോഗിൽ വന്ന് ഈശോ പ്രസംഗിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോവാണ്. അവർ പറഞ്ഞു, ഇത് എവിടെ നിന്ന് കിട്ടി? ഈ ഞാൻ എവിടെ നിന്ന് കിട്ടി? പിന്നെ അമ്മയും പെങ്ങന്മാരും സഹോദരൻ നമ്മുടെ കൂടെയല്ലേ? ഇവ മരപ്പണിക്കാരനല്ലേ? അവർക്ക് ഹേർട്ടാവാണ്. The moment Jesus stepped out of the role fixed by his people, they got hurt. അവർ പ്രശ്നം ഉണ്ടാക്കുകയാണ്, അവർ വയലൻ്റ് ആവുകയാണ്. നമ്മുടെ ലൈഫിൽ ഇങ്ങനെയാണത്. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ, നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാർ നമുക്കൊരു റോളിങ്ങനെ ഫിക്സ് ചെയ്ത് തരാണ്. നീ ഇവിടെ നിന്നാൽ മതി എന്ന് പറയാണ്. ഇനി നമ്മളതിൽ നിന്ന് പുറത്തോട്ട് വന്നാലോ അവരാക്രമിക്കും. നാട്ടുകാരെ വീട്ടുകാരൊക്കെ ഒരു ലേബിൾ ഒട്ടിക്കിട്ടെന്നേ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതങ്ങ് കീറിക്കളഞ്ഞേക്കുക.